السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളും ആ വിഷയത്തിൽ അവിശ്വാസികൾ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇത്. അതായത് വേദക്കാരും മുസ്ലിമീങ്ങളെപ്പോലെ തന്നെ അള്ളാഹുവിൻ്റെ ശരീഅത്ത് അനുസരിക്കുന്നവരാണ്. അപ്പം ഇവിടെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നിഷിദ്ധമായ ആ കാര്യങ്ങൾ അത് വളരെ ചുരുങ്ങിയ എണ്ണം മാത്രമേ ഉള്ളൂ നിഷിദ്ധമായത്. അപ്പം വേദക്കാരിലേക്ക് നിഷിദ്ധമായത് അതിലും കൂടിയത് ഉണ്ട്. അപ്പം അവരുടെ ചോദ്യം ഇതാണ്: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആനിൽ നിബന്ധനകൾ ചുരുക്കിയതെന്ത്? ഇസ്രായേലിയർക്ക് വേറെയും ചില വസ്തുക്കൾ നിരോധിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന അവരുടെ ചോദ്യത്തിനുള്ള മറുപടികളാണ് ഇതിലുള്ളത്. അതായത് അള്ളാഹു നേരത്തെ പ്രവാചകന് പറഞ്ഞു തന്നിട്ടുള്ള ചില വസ്തുക്കൾ കൂടി യഹൂദ ജനത്തിന് നിരോധിച്ചു എന്നത് ശരിയാണ്. അതേസമയം 115 ആയത്തിൽ പറഞ്ഞ വസ്തുക്കൾ മാത്രമേ ജൂതന്മാർക്കും അടിസ്ഥാനപരമായിട്ട് ഹറാമാക്കിയിട്ടുള്ളൂ. പക്ഷേ അവരെന്ത് ചെയ്തു? സ്വന്തം ഇച്ഛയാൽ മറ്റു ചില വസ്തുക്കൾ തങ്ങൾക്ക് നിഷിദ്ധമാക്കി. ആ അതിക്രമത്തിന് ശിക്ഷയായി അള്ളാഹു അതവർക്ക് നിഷിദ്ധമാക്കി അല്ലെങ്കിൽ ഹറാമാക്കി. ഈ നടപടിയിലൂടെ അള്ളാഹു അവരോട് അന്യായമൊന്നും ചെയ്തിട്ടില്ല. മറിച്ച് അവർ തന്നെയാണ് അവരോട് അന്യായം ചെയ്തത് എന്ന കാര്യമാണ് വിശദീകരിക്കുന്നത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.